ഗുജറാത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന തുടർഭരണം നടത്തി കരുത്തു തെളിയിച്ച നരേന്ദ്രദാസ് ദാമോദർ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യവും ബി.ജെ.പിയും ആർ.എസ്.എസും അടക്കമുള്ള വിവിധ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും നെഞ്ചോടാണ് അദ്ദേഹത്തെ ചേർത്ത് വെച്ചത്. ആർ.എസ്.എസിനെയും ബി.ജെ.പിയെയും പ്രത്യയശാസ്ത്രപരമായി എതിർത്തിരുന്ന ആളുകൾ പോലും നരേന്ദ്രമോദിയുടെ ആ ഇച്ഛാശക്തിയും പ്രകടന മികവും പ്രവർത്തന നൈപുണ്യവും കണ്ട് അതിൽ ആകൃഷ്ടരാവുകയായിരുന്നു. മുൻകാലങ്ങളിലെ പ്രധാനമന്ത്രിമാരിൽ കാണാത്തതായിട്ടുള്ള പ്രശംസനീയമായിട്ടുള്ള കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എഴുതി വായിക്കാത്ത അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെയായിരുന്നു ഏറ്റവും ആകർഷണീയവും. മോദി മുന്നോട്ട് വച്ച വിദേശ നയം ലോകത്തുള്ള മുഴുവൻ ഭാരതീയർക്കും പ്രചോദനമാകുകയുമായിരുന്നു. ഇന്ത്യക്കകത്തും പുറത്തും മുൻകാല ഇന്ത്യൻ പ്രധാനമന്ത്രിമാർക്ക് പോലും ലഭിക്കാത്തത്ര സ്വീകാര്യതയും നരേന്ദ്രമോദിക്ക് ലഭിച്ചിരുന്നുവെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ. പലരും അമാനുഷിക പരിവേഷവും നരേന്ദ്രമോദിക്ക് നൽകുകയുമുണ്ടായി. നിത്യജീവിതത്തിൽ വിശ്രമം പോലുമില്ലാതെ രാഷ്ട്രകാര്യങ്ങളിൽ മുഴുകുന്ന ഒരു രാജ്യസേവകൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ദൈവ പരിവേഷം പോലും നൽകുവാൻ തയ്യാറായ ഒരു ജനതയും ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളതും ഒരു നേര് തന്നെ. അങ്ങനെ ആർ.എസ്.എസിൻ്റെ സ്വന്തം സന്തതി എന്ന നിലയിൽ വാനോളം പുകഴ്ത്തുവാനും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകരടക്കം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മുഴുവൻ അതിനുവേണ്ടി പ്രയത്നിക്കുകയുമുണ്ടായി. പക്ഷേ 5 വർഷക്കാലത്തെ ഭരണം പൂർത്തിയാക്കിയ നരേന്ദ്രമോദിയുടെ ടീം രണ്ടാമത്തെ തുടർഭരണത്തിലൂടെ ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോഴേക്കും ആർ.എസ്.എസുമായി അസ്വാരസ്യം ഉടലെടുത്തു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. ഇന്ത്യയുടെ രണ്ടാമത്തെ തുടർഭരണത്തിൽ നരേന്ദ്രമോദിക്ക് പകരം മഹാരാഷ്ട്രയിൽ നിന്നുള്ള നിതിൻ ഗഡ്കരിയെയാണ് ആർ.എസ്.എസ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിച്ചിരുന്നത് എന്നുള്ള വാർത്തയും അന്ന് പുറത്തു വന്നതാണ്. പക്ഷേ നരേന്ദ്രമോദിയും ആർ.എസ്.എസിൻ്റെ മറ്റു ഉൽപ്പന്നങ്ങളായിട്ടുള്ള അമിത്ഷായും നദ്ദയുമൊക്കെ അങ്ങനെ അടങ്ങുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ആ ടീം ആർ.എസ്.എസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. നാൾക്കുനാൾ ആർ.എസ്.എസും ബി.ജെ.പിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കൂടുതൽ വളരുകയുമുണ്ടായി. ആർ.എസ്.എസിൻ്റെ ദേശീയ ആസ്ഥാനമായ നാഗപ്പൂരിലും ആർ.എസ്.എസിന് സ്വാധീനമുള്ള മറ്റിടങ്ങളിലുമായി ആർ.എസ്.എസിൻ്റെ ദേശീയ സർസംഘചാലക് മോഹൻ ഭാഗവത് അടക്കമുള്ള നേതാക്കൾ അവരുടെ പ്രവർത്തന മേഖല മുൻനിർത്തി മുന്നോട്ട് പോയെങ്കിലും ഡൽഹിയിലേക്കുള്ള പ്രയാണവും പരിപാടികളും ഒഴിവാക്കുകയായിരുന്നു എന്ന് ഈ കാലയളവ് ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്നതാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ആർ.എസ്.എസും ബി.ജെ.പിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കൂടിക്കൂടി വന്നു എന്നതും ഒരു യാഥാർത്ഥ്യം. അതെല്ലാം അടിവരയിട്ട് വ്യക്തമാക്കുന്നതാണ് മൂന്നാമത്തെ തുടർഭരണത്തിൽ വന്ന പകിട്ട് കുറഞ്ഞ ബി.ജെ.പിയുടെയും എൻ.ഡി.എയുടെയും പ്രവർത്തനങ്ങൾ. മുൻകാലങ്ങളിൽ ആർ.എസ്.എസിൻ്റെ കൂടി പങ്കാളിത്തം പല മേഖലകളിലും കൂടുതൽ ഉണ്ടായിയെങ്കിലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും വിമുഖത കാണിക്കുകയും ചെയ്ത ആർ.എസ്.എസ് നേതൃത്വത്തെയാണ് നാം കണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി.ജെ.പി അവരുടേതായിട്ടുള്ള തനത് ശൈലിയിൽ പലതും ചെയ്യുവാൻ തുടങ്ങിയതും ആർ.എസ്.എസിൻ്റെ നീരസത്തിന് കാരണമായി. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ട തൊഴിലാളി സംഘടനയോ മറ്റനുബന്ധ സംഘടനകളോ ഇല്ലാതിരുന്ന ബി.ജെ.പി അണിയറയിൽ അത്തരം ചില പ്രസ്ഥാനങ്ങൾക്ക് വരെ തുടക്കം കുറിക്കുകയും ചെയ്തു. മോദിയുടെയും അമിത്ഷായുടെയും എല്ലാം വളരെ വിശ്വസ്തരായിട്ടുള്ള ആളുകളെ മുന്നിൽ നിർത്തി ബി.ജെ.പി ബി.ജെ.എസ് എന്ന ഭാരതീയ ജനതാ മസ്ദൂർ സംഘം ബി.ജെ.പിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നൊരു തൊഴിലാളി സംഘടനയായി ഇന്ത്യയിലെ പല സംസ്ഥാനത്തും രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതായും നാം കണ്ടു. എന്നാൽ BMS പോലുള്ള ഇത്തരം പോഷക സംഘടനകളെല്ലാം ആർ.എസ്.എസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകളായതുകൊണ്ടും അതിനെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണമാണ് ഇതിന് തുടക്കം കുറിച്ചതുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ. നരേന്ദ്രമോദി അടങ്ങുന്ന കേന്ദ്രത്തിലെ ബി.ജെ.പിയുടെ ഇന്ന് കാണുന്ന നേതൃത്വവുമായി എത്രത്തോളം മാനസിക അകലം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതൃത്വം എത്തി നിൽക്കുന്നുവെന്നതിൻ്റെ മകുടോദാഹരണമായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം സർസംഘചാലക് മോഹൻ ഭാഗവത്, അതേപോലെ തന്നെ ആർ.എസ്.എസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് ഇന്ദ്രേഷ് കുമാർ നടത്തിയ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. 400 സീറ്റ് പ്രതീക്ഷിച്ച് കുറഞ്ഞ സീറ്റുമായി തിരിച്ചടി നേരിട്ട ബി.ജെ.പിയോട് വാചക കസർത്ത് കൊണ്ട് കാര്യമില്ല എന്നും യഥാർത്ഥ രാജ്യസേവകന് അഹങ്കാരം പാടില്ല എന്നും അങ്ങനെയുള്ള അഹങ്കാരത്തിൻ്റെ ഫലമാണ് ബി.ജെ.പിക്കും എൻ.ഡി.എയ്ക്കും ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറയുവാനുള്ള കാരണമെന്നുകൂടി മോഹൻ ഭാഗവത് പറഞ്ഞു വെച്ചു. മാത്രമല്ല, മണിപ്പൂരിൽ കഴിഞ്ഞ 1 വർഷമായി സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കാത്തത് മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു പരാജയമായിട്ട് പോലും മോഹൻ ഭാഗവത് സൂചിപ്പിക്കുകയുണ്ടായി. അതേസമയം ശ്രീരാമഭക്തർ അഹങ്കാരികളായി മാറിയതുകൊണ്ടാണ് ശ്രീരാമൻ ബി.ജെ.പിയെ 241 സീറ്റിൽ പിടിച്ചു നിർത്തിയതെന്നാണ് മറ്റൊരു ആർ.എസ്.എസിൻ്റെ ദേശീയ നേതാവായ ഇന്ദ്രേഷ് കുമാർ പ്രസ്താവിച്ചത്. 2019 ബി.ജെ.പിക്ക് 303 സീറ്റായിരുന്നുവെങ്കിൽ അത് കുത്തനെ കുറഞ്ഞതും
അതുകൊണ്ടെന്നാണ് ഇന്ദ്രേഷ് പറഞ്ഞത്. മാത്രമല്ല RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസേഷനിലും BJPക്കെതിരായി നിശിത വിമർശനമാണ് നടത്തിയത്. എന്നാൽ RSSന്റെ ഭാഗത്തു നിന്ന് ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മോദി നാഗപ്പൂരിലെത്തുകയും മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചതും. പക്ഷേ ആ സമയത്ത് മോഹൻ ഭാഗവത് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ലെന്നുള്ള വാർത്തയും അന്ന് പുറത്തു വരികയുണ്ടായി. അപ്പോഴും പകൽ പോലെ വ്യക്തമായ ഇത്തരം കാര്യങ്ങളിൽ RSSന്റെയും BJPയുടെയും നേതൃത്വം പിന്നീട് പാടെ നിഷേധിച്ചുവെങ്കിലും രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആധികാരികമായി ഇത്തരം കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും ഇത് പൂർണ്ണമായും ബോധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനു മുൻപ് ആദ്യത്തെ NDA സർക്കാർ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇതേപോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് RSSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന BMS എന്ന് പറയുന്ന തൊഴിലാളി സംഘടന വാജ്പേയി മന്ത്രിസഭയ്ക്കെതിരെ ദേശീയ തലത്തിൽ പ്രക്ഷോഭങ്ങൾ നടത്തിയതെന്നും നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു സംഘപരിവാർ പ്രസ്ഥാനമായിട്ടുള്ള വിശ്വഹിന്ദു പരിഷത്തും അന്ന് വാജ്പേയി മന്ത്രിസഭയ്ക്കെതിരായുള്ള ദേശീയ തലത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയതും നാം അന്ന് കണ്ടതാണ്. പക്ഷേ പിന്നീടതെല്ലാം അന്നത്തെ വാജ്പേയി മന്ത്രിസഭയെ കുറെയെങ്കിലും ഉലച്ചു എന്ന കാര്യത്തിലും സംശയമുണ്ടായില്ല. ഇപ്പോൾ ഇതാ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം രാജ്യത്ത് ഇല്ലാതിരിക്കെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നിസ്സംഗത മൂലമാണോ അതല്ല ഭരണകർത്താക്കളുടെ അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണോ തിരിച്ചടി നേരിടേണ്ടതെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, മുൻപുണ്ടായതിനേക്കാൾ സ്വീകാര്യത നരേന്ദ്രമോദിക്ക് RSSന്റെ ഏറ്റവും താഴെത്തട്ടിൽ വരെ കുറഞ്ഞിരിക്കുന്നുവെന്നുള്ളത് അത് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് സത്യം. ഭാരതമെന്ന നമ്മുടെ മഹാരാജ്യത്തെ ഇന്ന് ലോകവൈഭവത്തിലെത്തിക്കാൻ ശക്തമായൊരു ഭരണകൂടം രാജ്യത്ത് അത്യന്താപേക്ഷിതമാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനുള്ള സാഹചര്യവും ഭാരതത്തിന് വന്നു ചേർന്നിട്ടുണ്ട് താനും. പക്ഷേ അത് പൂർണ്ണമാകണമെങ്കിൽ ഭാരതത്തിൽ അമിതമായിട്ടുള്ള ഹിന്ദുത്വം അനിവാര്യമല്ല. അതുതന്നെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ സവിശേഷതയും. ഇവിടെ എല്ലാവർക്കും മതങ്ങളുടെ വേർതിരിവില്ലാതെ സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും ദേശസ്നേഹമുള്ള പൗരന്മാരായി നിർഭയത്തോടുകൂടി ജീവിക്കുവാനുള്ളൊരു സാഹചര്യം ഒരുക്കലാണ് ഒരു നല്ല ഭരണകൂടത്തിന് ചെയ്യാനാകുക. അതിനാര് നേതൃത്വം നൽകുമെന്നതും കാലം തെളിയിക്കും. RSSന്റെ നിത്യശാഖയിൽ പോകുന്ന സ്വയം സേവകർ ചൊല്ലുന്ന സംഘാഷ്ടത്തിലെ ചില വരികളുണ്ട്. അന്നന്നു വാഴ്ത്തിയവർ നാളെ മറിച്ചു ചൊല്ലാമെന്നുള്ളത്. അത് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ അത് പ്രാവർത്തികമാകുമോ അതോ മറിച്ചാകുമോ എന്നതും കാലത്തിന് തന്നെ വിടാവുന്നതാണ്.